യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? ഗസ എന്തിനാണ് ഇത്രയും മാരകമായ രീതിയിൽ ഇത്രയും 10-21 മാസത്തോളമായി ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ആ ബോംബിങ് തുടർന്നുകൊണ്ടിരിക്കവേ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ പോയി ആക്രമണം നടന്നു. അതെന്തിനാണ്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഒന്ന്, നെതന്യാഹുവിനെതിരെ 3 കേസുകളുണ്ട്. ആ കേസുകൾ ഇപ്പോൾ ഈ ഇറാൻ യുദ്ധത്തിൻ്റെ സീസ് ഫയർ ഉണ്ടായതിന് ശേഷം അതിൻ്റെ ട്രയൽ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ആ ട്രയൽ തുടങ്ങാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇസ്രായേൽ യുദ്ധത്തിലായിരിക്കണം, പൂർണ്ണസമയ യുദ്ധത്തിലായിരിക്കണം. അതല്ലെങ്കിൽ കോടതി തന്നെ, ജുഡീഷ്യറി തന്നെ അത് എന്ത് ചെയ്യണം, മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള വിശദമായ പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ബിബി ഈസ് എ വാർ ഹീറോ. അതായത് നെതന്യാഹു ഒരു യുദ്ധവീരനാണ്. അദ്ദേഹം വളരെ ഹീറോയിക് ആയിട്ടുള്ള പെർഫോമൻസാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി കാഴ്ചവെച്ചത്. ഇറാനെ അവർ ആക്രമിച്ച് തറപറ്റിച്ചു. വൻ പെർഫോമൻസ് ആയിരുന്നു ബിബി നടത്തിയത്. പിന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇസ്രായേൽ 3 കേസുകളുടെ പേരിൽ വേട്ടയാടാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നു, ഇസ്രായേൽ അത് നിർത്തിക്കളയണം, ആ പരിപാടി അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ ഒരു മാപ്പ് കൊടുക്കണം. ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിന് വേണ്ടി ഇത്രയും സേവനം നടത്തിയ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആ കേസിൽ നിന്ന് മാപ്പ് കൊടുത്ത് ഒഴിവാക്കണം. ആ പോസ്റ്റിൽ തന്നെയുണ്ട് എന്താണ് ഈ യുദ്ധത്തിൻ്റെ പിന്നിലുള്ള കാര്യം എന്നുള്ളത്. കാരണം ഇദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള കേസ്, 2 ചീറ്റിംഗ് കേസും ഒരു അഴിമതി കേസുമാണുള്ളത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ 3ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗൗരവമുള്ള കേസാണ്. അതായത് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിക്ക് വേണ്ടി അദ്ദേഹം ടാക്സി വേഷം നടത്തുകയും ആ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിക്ക് തിരിച്ച് അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നൊക്കെയാണ്. അതിൽ പല രീതിയിലുള്ള കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസുള്ളപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. 1. 2, നെതന്യാഹുവിൻ്റെ ഇപ്പോഴുള്ള മന്ത്രിസഭ അല്ലെങ്കിൽ സർക്കാർ ഒരുപാട് ചെറുകിട കക്ഷികളുടെ കോയലീഷനാണ്. അവരാണ് യഥാർത്ഥത്തിൽ യുദ്ധം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിൽ നിന്നുള്ള പിന്തുണ അവർ പിൻവലിക്കാതിരിക്കണമെങ്കിൽ ഗസയെ ബോംബ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇറാനെ അടിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് നെതന്യാഹുവിന് മുമ്പിലുള്ളൊരു വഴി. മറ്റൊന്ന്, ഈ കേസുകളിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിച്ചുവിടുക. ഇത് രണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ടാണ് ട്രംപ് ഈ കാര്യം പറയുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തെ ആ കേസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഈ കേസുകളിൽ നിന്ന് മാപ്പ് കൊടുക്കുക. അത് നെതന്യാഹുവിൻ്റെ ആവശ്യമാണ്. അപ്പോൾ വേറൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ അവിടെ നടക്കുന്നൊരു കേസിൽ ഒരു US പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞ് ചരിത്രത്തിലാദ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ മോദിക്കെതിരെ ഒരു കേസുണ്ടെന്ന് കരുതുക, അമേരിക്കൻ പ്രസിഡന്റ് അത് ഒഴിവാക്കണം എന്ന് പറയില്ലല്ലോ. അസാധാരണമാണ്. അത് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് വേറൊരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള കേസ് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ അസാധാരണമായ നീക്കം എന്തിനാണെന്ന് വെച്ചാൽ ട്രംപ് ഒരു പ്ലാൻ കൊണ്ടുവരുന്നുണ്ട്. ആ പ്ലാൻ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമിച്ചു. അതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല, ഒരു യുദ്ധത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് നോക്കിയാണ് യുദ്ധം ജയിക്കുന്നതെങ്കിൽ ഗസ എന്നേ തോറ്റിട്ടുണ്ട്. ഗസ എന്ന് പറയുന്ന പ്രദേശം എന്നേ തോറ്റു കഴിഞ്ഞു. കാരണം 50,000-ലധികം പേര് മരിച്ചു കഴിഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ളത് ഇറാൻ തന്നെയാണ്. 600-ലധികം പേര് മരിച്ചിട്ടുണ്ട്. അവരെ സീനിയർ സൈനിക ഓഫീഷ്യൽസിനെ കൊന്നു. മറ്റൊന്ന്, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളത് വേറെ കാര്യം. ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇപ്പോഴും ഇൻടാക്റ്റാണ് എന്നുള്ള വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ കൊണ്ടുവരുന്നു. CNN-ഉം വാഷിങ്ടൺ പോസ്റ്റും അത് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് തൊട്ടുടനെ തന്നെ അവർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുകയാണ്. അപ്പോൾ ഡിഫമേഷൻ കേസിൽ പറയുന്ന കാരണം ഇത് വളരെ ഇൻ്റലിജൻസ് വിവരമാണ്. ഇത് അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾ എന്തിനാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ്. ഇത് പുറത്തുവിടാൻ പറ്റാത്ത വിവരമാണ്. അവിടെ കുഴപ്പമൊന്നുമില്ല. അവരെ ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് ചെറിയ ക്ഷതമേ ഏറ്റിട്ടുള്ളൂ. അവരുടെ ഫോർട്ടിഫൈഡ് യുറേനിയം ഇപ്പോഴും ഇൻടാക്റ്റാണ്. അത് ഉപയോഗിച്ച് അവർക്ക് 1-2 ആഴ്ചയ്ക്കുള്ളിൽ വേണമെങ്കിൽ അവർക്ക് ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ രഹസ്യാന്വേഷണ വിവരം. അത് എന്തിന് പുറത്തു വിടുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു വിവരം പുറത്തു വരുന്ന ആർക്കാണ് പ്രശ്നം? ഇസ്രായേലിനാണ് പ്രശ്നം. കാരണം B-2 ബോംബർ വെച്ചിട്ട് ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്താണ് US.